എന്റെ അമ്മേ. അതെ, പശുവിനെ പിടിച്ചെനിക്ക് വലിയ പരിചയമില്ല. വല്ല പന്നി പോത്താണെങ്കിൽ ഒരു കൈ നോക്കാം. താൻ അതിലെ വാ, ഞാൻ ഇതിലെ വരാം. സാമി ഇതിലേ പോ, ഞാൻ ഇതിലേ വരാം. എന്തെങ്കിലും ചെയ്യും. അയ്യോ സ്വാമി, പശു സ്വാമി പശു അമ്മ. അയ്യോ, ദേ വട്ടപ്പള്ളി, ഓടി വായോ. വട്ടപ്പള്ളി ഓടിന് വീടിന് വീട്, ഓടി വായോ. എല്ലാരും ഒന്ന് ഓടി വന്നേ, വേഗം വാ. ദേ വട്ടപ്പള്ളി വീട് കിടക്കുന്നേ, ഓടി വാ. എല്ലാരും നോക്കിയിട്ട് സ്വാമി ആള് വടിയാ ഇന്ന് തോന്നണേ. തന്റെ കരുനാക്ക് വളച്ചൊന്നും പറയാടോ പുല്ല്. അമ്മേ ഭഗവതി കാത്തുരക്ഷിക്കണേ. ആ വട്ടപ്പള്ളിയുടെ ജീവൻ അപകടമൊന്നും വരുത്തരുത്. അറിഞ്ഞോ, വട്ടപ്പള്ളിക്ക് ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ വട്ടപ്പള്ളി സത്യം പറഞ്ഞു. വെറുതെ വീണതല്ല, മനഃപൂർവ്വം ഉരുട്ടിട്ട് കൊല്ലാൻ ശ്രമിച്ചതാണെന്ന്. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാല് നേരെ ഇങ്ങോട്ടാണ് വരിക, പകരം വീട്ടാൻ. അയ്യോ, അപ്പൊ വട്ടപ്പള്ളി കണ്ടല്ലേ? പിന്നെ വീണ വഴിക്ക് വട്ടപ്പള്ളി ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പം നിക്കണ് ഇരുമ്പ് ജോണേ, ഇരുമ്പ് ജോൺ. അവനാ വട്ടപ്പള്ളിയെ തട്ടിയിട്ടത്. അവനത് ചെയ്യും സ്വാമി. കാലത്തെ അവന്മാര് തമ്മിലുള്ള വഴക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയതാ, മൂളിന്ന് അവനെ താഴെ ഉരുട്ടിട്ട് കൊല്ലൂന്ന്. സ്വാമിക്ക് തോന്നിയില്ലേ? എന്തായാലും കുറച്ച് ആരെങ്കിലും ആ ശൈത്തൻ ആശുപത്രി കിടക്കും. അതുവരെങ്കിലും മനുഷ്യൻ സമാധാനിച്ച് കഴിയാലോ. അപ്പോ ഞാൻ പോട്ടെ സ്വാമി. അതെ, നമ്മളാ ഇതിവിടെ തരാൻ പറഞ്ഞു ചുരിദാർ. അപ്പോ ഞാൻ പോട്ടെ സ്വാമി. നമ്മളാ സ്വാമിയേ, ഇത് വലിയ ശല്യായില്ലോ. താ കൊറേ നേരം സ്വാമി സ്വാമി എന്ന് പറഞ്ഞിരിക്കണേ. ശബരിമലയ്ക്ക് കൊണ്ടാ. അല്ല, സ്വാമിക്ക് എന്തിനാ ചുരിദാർ? സ്വാമിക്ക് ഒരു ചുരിദാർ നേർച്ചയുണ്ട്. എന്നാ പിന്നെ അത് പറഞ്ഞ പോലെ ഞാൻ പോട്ടെ സ്വാമി. ഓട്ടോ ആ സ്വാമി. എന്നിട്ട് പശുവിന്റെ താനിതാ പിശാചിനോട് കൊടുക്കണോ? ദൈവമേ, സ്വാമി എന്നെ വിളിച്ചാ പോടോ. ഞാൻ സത്യം തുറന്നു പറയൂട്ടോ. ആദ്യമായിട്ട് എന്റെ കൈകൊണ്ട് ഞാനൊരു വസ്ത്രം മേടിച്ചു കൊടുത്തത് ഈ കോളനിയിൽ ഏതൊരു വൃത്തികെട്ട പെണ്ണിനായി പോയല്ലോ എന്റെ അമ്മ. എങ്ങനെയുണ്ട്? ഇതെന്താ പെണ്ണ നീ ഇതിട്ടുണ്ട് ഇവിടെ കിടന്ന് തിരിയുന്നത്? പിന്നെ സ്വാമി മേടിച്ചു കൊടുത്തു വിട്ടതല്ലേ? ഞാനോ? നിനക്കോ? അയാൾ കൊണ്ടത് ഊരാൻ ഊരടി. അയ്യേ, ഇവിടെ വെച്ചാണ് ഊരുന്നത്. താഴെ കയറി പോയി ഊരിക്കൊണ്ട് പോവണേ, നാണമില്ലാത്ത ജന്തു. ഹായ്, അളവെടുത്ത് തയ്ച്ച പോലുണ്ടല്ലോ. സ്വാമി എപ്പോഴാ അളവെടുത്തത്? താനീ പെണ്ണാണ് കൊണ്ട് കൊടുത്തത്. സ്വാമി അല്ലേ പറഞ്ഞത് പിശാചിനെ കൊണ്ട് കൊടുക്കാം? പിശാചല്ല, മറ്റേ പിശാചിനെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞേ. ഏത്? ഓ, പശു കടിച്ച പിശാചി. അല്ലേ, ഇത് എന്തൊരു ഇടപാടാ? എന്റെ മോക്ക് സ്വാമി ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തേക്ക് അതിപ്പോ തിരിച്ചു വാങ്ങിക്കാൻ പോന്നോ? എടി ഉണ്ണി, നീ എങ്ങും തിരിച്ചു കൊടുക്കണ്ടടി. അവർക്ക് വേണേ വേറെ വാങ്ങിച്ചു കൊടുക്കട്ടെ. ഇതാ ഇപ്പൊ കൂത്തായി പോയത്. ഇഷ്ടപ്പെട്ട് മേടിച്ചതെന്നല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇതൊരു പ്രതിഫലമായിട്ട് കൂട്ടിക്കോളാം. പ്രതിഫലമോ? എന്താ പ്രതിഫലം? വട്ടപ്പള്ളി ഉരുട്ടിയിട്ടതും കൊല്ലാൻ നോക്കിയതും ഞാൻ ആരോടും പറയാഞ്ഞതിന്. എന്താ, ഉടുപ്പ് തിരിച്ചു വേണം? വേണ്ട വേണ്ട, എടുത്തോ. മിസ്റ്റർ കെ കെ ജോസഫേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ സ്വാമി?
താനെന്നെ തെണ്ടിച്ച് അടങ്ങുള്ളല്ലേ? ആ പെണ്ണ് പറഞ്ഞു കേട്ടില്ലേ? ഇനി അവൾ അതും വെച്ചോണ്ട് എന്തൊക്കെ ചെയ്യാമെന്ന് ആർക്കറിയാം? ഒരു ചുരിദാറും വെച്ചോണ്ട് അവളെ എന്ത് ചെയ്യാൻ? എന്റെ ദൈവമേ, ഇനി ചുരിദാറും ചോദിച്ചോണ്ട് വേറെത്തി വരുമല്ലോ. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? വന്നു, അവര് വന്നു. താൻ ചെന്ന് കഥ ഉറക്കിയോ, അവരെ പറഞ്ഞു വിടുകയോ, അവര് തരുന്ന എന്താണെന്ന് വെച്ചാൽ താൻ വാങ്ങിച്ചോ. എനിക്ക് വയ്യ. സ്വാമി, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അയ്യേ ഉമ്മ, എന്താ ഞാൻ തുണിയിലാണ് നിക്കണത്? അയ്യെന്ന് വെക്കാൻ നീ എന്നോട് മാറിക്കിടാണ്ട്. ആ മോനെ, എന്റെ മോനെ എവിടെ? മോനെ, അതെന്റെ മോനെ. മോൻ മറന്ന ഉമ്മാക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഥ പറയാൻ പറ്റിയ സമയ. സ്വാമി, ആ മറ്റേ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഉമ്മ അതൊന്ന് കേട്ടിട്ട് പോട്ടെ. നീ പോടാ അവിടുന്ന്. എന്റെ മോന്റെ അടുത്തുനിന്ന് കഥ കേൾക്കാനേ നിന്റെ ശുപാർശ ഒന്നും എനിക്ക് വേണ്ടണം. ഉമ്മ, ഈ കഥയൊക്കെ പറയണമെങ്കിൽ അത് കേൾക്കാൻ കുറെ ആൾക്കാരൊക്കെ വേണ്ടേ? ആളുകൾക്ക് പഞ്ഞം. ഈ കോളനിയിൽ ഞാൻ വിളിച്ചാ വരുന്നവരുണ്ട് കുട്ടികള്. ഈ കോളനിയിലെ മുഴുവൻ കുട്ടികളെ ഉമ്മ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. എടാ മക്കളെ, വാ കഥ കേൾക്കാം, വാ. എന്റെ സ്വാമി, സ്വാമി എന്താ ഇവിടെ കഥാപ്രസംഗം നടത്താൻ പോവാ? എടോ ബുദ്ധിയില്ലാത്തവനെ, കെ ജോസഫേ, എന്താ എല്ലാം കുട്ടികളിൽ നല്ലേ തുടങ്ങുന്നത്.